അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നതെന്നറിയോ? നമ്മുടെ മലപ്പുറത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള നിലമ്പൂർ പാട്ടുത്സവത്തിനാണ്. നമ്മുടെ ഫേമസ് ഗായകനല്ലേ മധു ബാലകൃഷ്ണൻ, അവരുടെ മ്യൂസിക് നൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോന്ന്. അതുകൊണ്ട് നല്ല തിരക്കാണ് അവിടെ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നമ്മളിപ്പോൾ നിലമ്പൂർ പാട്ടിന് ശരിക്കും നിലമ്പൂർ പാട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലത്തിലാണ് കേട്ടോ നടക്കാറ്. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ള കാർണിവൽ കാണാനാണ് വന്നത്. ഈ യെല്ലോ കാറിൽ ഇരിക്കുന്ന കേട്ടോ സനോസ് ഇതും. ഇവിടെ കുറെ റൈഡുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവള് കുഞ്ഞായോണ്ട് എല്ലാ റൈഡ്സിലും ഒന്നും അങ്ങനെ കയറാൻ പറ്റിയില്ല. ഇവളെ പിന്നെ ഈ ഒരു സാധനത്തിൽ കയറ്റിട്ടോ. യന്ത്രൂഞ്ഞാലൊക്കെ കാണുമ്പോൾ കയറാൻ തോന്നുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും പേടിയാണ്. സാധനമാണോ കയ്യിലടിക്കുന്നത്? കമ്മന്റെ സെക്ഷൻ ഇവിടെ കുറെ ധൂപക്കൂട്ട് കത്തിക്കുന്ന പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഫുഡ് നോക്കിയായിരുന്നു നടത്തം. ഇവിടെ ഒരാള് എന്ത് തീട്ടക്കണ്ടി കണ്ടാലും അടിച്ചു ഇത് കൂടെ വയ്ക്കല്ലേ? അമ്മായി കുടിച്ചോ? സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ ഒരു സ്പൂൺ കൂടെ എങ്ങനെയുണ്ട്? ഏട്ടാ അങ്ങനെ കഴിക്കാൻ പറ്റുന്നിടത്തോളം കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇതിലൂടെ നടക്കുകയാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ വെറുതെ നടക്കാനൊരു രസമൊക്കെ ഉണ്ട്. അടുത്ത പരിപാടി എന്താന്ന് നോക്കിയിട്ടാണ് ഈ നടത്തം. ₹50 ഗെയിം കളിച്ചിട്ട് ₹30 ബാസ്ക്കറ്റ് വാങ്ങിച്ച ഹാപ്പിനെസ് ആണ് കേട്ടോ കാണുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ മരണക്കിണറിൽ കയറാൻ പോണേ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട്. സിധുവിനെ പിടിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഗെയിംസും ഫുഡ് അടിയും ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി മതിയാക്കി ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. പാർക്കിംഗ് കുറച്ച് ദൂരെയാണ്. ഇന്ന് നല്ല തിരക്കായോണ്ട് തന്നെ സ്പീഡ് ഓവറായിട്ട് നിലമ്പൂര് അപകടം നടന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നല്ലോ മലക്കിണറിൽ.
എന്താ പറ്റിയ? എങ്ങനെയാവാതിരിക്കുക? അമ്മാതിരി പോക്കല്ലേ പോണേ. നമുക്ക് കണ്ടിട്ട് പോയിരുന്നു, നല്ലതാ. പക്ഷേ നമുക്ക് സൈഡാക്കാൻ പറ്റണമെങ്കിൽ സൈഡാക്കാൻ പറ്റണമെങ്കിൽ സൈഡാക്കിക്കോ. നല്ല രസമുണ്ട്. അതൊന്നും കാണില്ല. ഇവിടെ മധു ബാലകൃഷ്ണന്റെ മ്യൂസിക് നൈറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ശരിക്കും തിരിച്ചു വരുമ്പോൾ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പിന്നെ തിരിച്ചു വന്നപ്പോഴാണെങ്കിൽ ഇവിടെ കാല് കുത്താൻ പോലും സ്ഥലമില്ല. എവിടെ പോയിട്ടൊന്നും കാണാൻ പോലും പറ്റുന്നില്ല അവിടുന്ന്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ.